നമസ്കാരം. ന്യൂസ് അറ്റ് 11:30 സ്വാഗതം. എരുമപ്പെട്ടി ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂളിൽ ജില്ലാ പഞ്ചായത്ത് 10 ലക്ഷം രൂപ ചെലവഴിച്ച് നിർമ്മിച്ച സഭാംഗണത്തിന്റെ ഉദ്ഘാടനം ജില്ലാ പഞ്ചായത്ത് മെമ്പർ ജലീൽ ആദൂർ നിർവഹിച്ചു. പഞ്ചായത്ത് പ്രസിഡന്റ് എസ് ബസന്തലാൽ അധ്യക്ഷനായി. ബ്ലോക്ക് പഞ്ചായത്ത് മെമ്പർ ഡോക്ടർ VC ബിനോജ്, പഞ്ചായത്ത് മെമ്പർ MK ജോസ്, PTA പ്രസിഡന്റ് ഷീബ രാജേഷ്, SMC ചെയർമാൻ VS ശ്രീജൻ, പ്രിൻസിപ്പൽ ഷീബ ജോസ്, സ്റ്റാഫ് സെക്രട്ടറി JF സിൻഡ, PT അംഗങ്ങളായ TK ശിവൻ, PB വിപിൻ എന്നിവർ സംസാരിച്ചു. +2 വിഭാഗത്തിന്റെ അങ്കണം ടൈൽ വിരിച്ച് മനോഹരമാക്കുക എന്നതാണ് പദ്ധതി. ഒരിക്കൽ ഇവിടുത്തെ ജിൻഡ ടീച്ചർ അവരിവിടെ പ്രിൻസിപ്പളിൻ്റെ ചുമതലയുണ്ടായിരുന്ന സമയത്താണ് എന്നോട് പറയുന്നത്, ഒരു ടീച്ചർ ഇവിടെ വരുന്ന സമയത്ത് ഇവിടെ വഴുക്കി വീണു എന്നത്. അപ്പോഴാണ് ഇതിനെക്കുറിച്ച് കൂടുതൽ ചിന്തിച്ചത്. അപ്പം അതിനു മുമ്പേയും ഇവിടെ ഒരുപക്ഷെ കുട്ടികളും അധ്യാപകർക്കൊക്കെ പ്രയാസം ഉണ്ടായിട്ടുണ്ടാകും. അങ്ങനെ ഒരു അവസ്ഥ ഇവിടെ ഉണ്ടായിരുന്നു. നമ്മുടെ ഈ വിദ്യാലയം ജില്ലയിൽ തന്നെ ഏറ്റവും വലിയൊരു വിദ്യാലയമായതുകൊണ്ട് നിപ ബാധിത പ്രദേശങ്ങൾ സന്ദർശിക്കാനും പ്രതിരോധ പ്രവർത്തനങ്ങൾ ഏകോപിപ്പിക്കാനുമായി കേന്ദ്ര സംഘം മലപ്പുറം ജില്ലയിലെത്തി. നിപ സാഹചര്യങ്ങൾ പഠിച്ച് കേന്ദ്രത്തിന് റിപ്പോർട്ട് നൽകുന്നതിനും പ്രതിരോധ പ്രവർത്തനങ്ങളിൽ സംസ്ഥാനത്തെ സഹായിക്കുന്നതിനുമായി കേന്ദ്ര ആരോഗ്യ കുടുംബക്ഷേമ മന്ത്രാലയം നിയോഗിച്ച നാഷണൽ ജോയിന്റ് ഔട്ട്ബ്രേക്ക് റെസ്പോൺസ് ടീമാണ് ജില്ലയിലെത്തിയത്. നാഷണൽ സെന്റർ ഫോർ ഡിസീസ് കൺട്രോളിലെ ജോയിന്റ് ഡയറക്ടറും പൊതുജനാരോഗ്യ സ്പെഷ്യലിസ്റ്റുമായ ഡോക്ടർ പ്രണായ് വർമ്മയുടെ നേതൃത്വത്തിലുള്ള 10 പേരാണ് ജില്ലയിലെത്തിയത്. നാഷണൽ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് വൈറോളജി പൂനെയിൽ നിന്നുള്ള ശാസ്ത്രജ്ഞർ, വന്യജീവി സ്പെഷ്യലിസ്റ്റ്, വെറ്റിനറി കൺസൾട്ടന്റ്, മൃഗസംരക്ഷണ വകുപ്പിലെ വിദഗ്ധർ തുടങ്ങിയവരും സംഘത്തിലുണ്ട്. സംഘം ജില്ലാ മെഡിക്കൽ ഓഫീസർ ഡോക്ടർ R രേണുകയുമായി കൂടിക്കാഴ്ച നടത്തി. വവ്വാലുകളുടെ നിരീക്ഷണത്തിനും സർവേക്കുമായി ഡോക്ടർ E ദിലീപ് പട്ടേലിന്റെ നേതൃത്വത്തിലുള്ള 8 പേരടങ്ങുന്ന മറ്റൊരു NIV സംഘവും ഉടൻ ജില്ലയിലെത്തും. നിലവിൽ പാലക്കാടാണ് സംഘമുള്ളത്. തലപ്പള്ളി താലൂക്കിൽ കമ്മ്യൂണിസ്റ്റ് പ്രസ്ഥാനം കെട്ടിപ്പടുക്കുന്നതിൽ നിസ്തുലമായ പങ്കുവഹിക്കുകയും CPIM ജില്ലാ സെക്രട്ടേറിയറ്റ് മെമ്പറായി ദീർഘകാലം പാർട്ടി പ്രവർത്തനങ്ങൾക്ക് നേതൃത്വം നൽകുകയും കർഷക തൊഴിലാളി യൂണിയൻ നേതാവുമായിരുന്ന A പത്മനാഭന്റെ 1ാം ചരമവാർഷിക ദിനം CPM എയ്യാൽ ചിറ്റിലങ്കാട് സൗത്ത് ബ്രാഞ്ചിന്റെ ആഭിമുഖ്യത്തിൽ ആചരിച്ചു. പാർട്ടി ഓഫീസിന് മുന്നിൽ പാർട്ടിയിലെ മുതിർന്ന അംഗം KN നായർ പതാക ഉയർത്തി പ്രഭാതപേരി മുഴക്കി. തുടർന്ന് ഛായാചിത്രത്തിൽ പുഷ്പാർച്ചന നടത്തി. ലോക്കൽ കമ്മിറ്റി അംഗം P ഉണ്ണികൃഷ്ണന്റെ അധ്യക്ഷതയിൽ നടന്ന അനുസ്മരണ യോഗം CPM പന്നിത്തടം ലോക്കൽ സെക്രട്ടറി ഫ്രാൻസിസ് കൊള്ളന്നൂർ ഉദ്ഘാടനം ചെയ്തു. അംഗങ്ങളായ ഷംസീന സക്കീർ ഹുസൈൻ, ഷൈലജ ഗണേശൻ എന്നിവർ സംസാരിച്ചു. സൗത്ത് ബ്രാഞ്ച് സെക്രട്ടറി സക്കീർ ഹുസൈൻ സ്വാഗതവും CK അച്യുതൻ നന്ദിയും പറഞ്ഞു. തൊഴിയൂർ സെന്റ് ജോർജ് ഭദ്രാസന ഇടവക ദൈവാലയത്തിൽ മലങ്കരയിലെ പ്രഥമ പരിശുദ്ധനും മലബാർ സ്വതന്ത്ര സുറിയാനി സഭയുടെ സ്ഥാപക പിതാവുമായ കാട്ടുമാങ്ങാട്ട് അബ്രഹാം മാർ കുറിലോസ് വലിയ ബാവായുടെ 223ാമത് ഓർമ്മ പെരുന്നാൾ ഭക്തിസാന്ദ്രം. ബുധനാഴ്ച വൈകിട്ട് 3:30 കുന്നംകുളം സെന്റ് തോമസ് കുന്നത്തെ പള്ളിയിൽ നിന്നും ആരംഭിച്ച പദയാത്ര കുറിലോസ് ബാവമാർ തപസ്സനുഷ്ഠിച്ച അഞ്ഞൂർ മാർബഹനാം ചാപ്പലിൽ എത്തിച്ചേർന്നു. തുടർന്ന് കാൽനട ഘോഷയാത്ര ഭദ്രാസന പള്ളിയിൽ സമാപിച്ചു. തുടർന്ന് മലബാർ സ്വതന്ത്ര സുറിയാനി സഭയുടെ നേതൃത്വത്തിൽ മലങ്കര യാക്കോബായ സഭയുടെ ശ്രേഷ്ഠ കത്തോലിക്ക ആബൂൻ മാർ ബസേലിയോസ് ജോസഫ് ബാബയ്ക്ക് സ്വീകരണം നൽകി. തുടർന്ന് പെരുന്നാൾ സന്ധ്യാ നമസ്കാരവും ബാബയുടെ കബറിങ്കൽ ധൂപപ്രാർത്ഥനയും ആശീർവാദവും അത്താഴ ഊട്ടുമുണ്ടായിരുന്നു. പെരുന്നാൾ ദിവസമായ വ്യാഴാഴ്ച രാവിലെ 8 മണിക്ക് പ്രഭാത നമസ്കാരവും 8:30 വിശുദ്ധ 9-മേൽ കുർബാനയും നടന്നു. മാർ കുറിലോസ് ബാബയോടുള്ള മധ്യസ്ഥ പ്രാർത്ഥനയും സഭയുടെ ആദ്യ ദേവാലയമായ അഞ്ഞൂർ മാർബഹനാം ചാപ്പലിലേക്ക് കൊടിയും സ്ലീബായും ശ്ലൈഹിക വാഴ്വും പൊതുസദ്യയും ഉണ്ടായിരിക്കും. പെരുന്നാൾ ശുശ്രൂഷകൾക്ക് മെത്രോപൊലിത്ത പ്രധാന കാർമ്മികത്വം വഹിക്കും. ഇതോടെ ന്യൂസ് അറ്റ് 11:30 സമാപിക്കുന്നു. നമസ്കാരം.